ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ്. എവിടെയാണെന്നല്ലേ? വേറെ എവിടെയല്ല, ജെറുസലേമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥലത്താണ് പോകുന്നത്. വിലാപ മതിലും പിന്നെ നമ്മുടെ കാൽവരി പള്ളി. അവിടെയൊക്കെ ഒന്ന് പോയി നമുക്ക് കാണാം. ആദ്യം ഞങ്ങൾക്ക് ഏജൻസിയിലൊന്ന് കയറണം. ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചിക്ക് ഏജൻസിയിൽ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂടെ പോയതാണ്. അഷ്കദീനിയ ഏജൻസി. ഈ ഏജൻസിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത്. പുതിയതായി വരുന്ന പലർക്കും ഏജൻസികൾ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. വളരെയധികം ബുദ്ധിമുട്ടിയാണ് അവർ ഏജൻസിയൊക്കെ കണ്ടുപിടിക്കുന്നത്. ഈ ഏജൻസി ഉള്ളത് ജെറുസലേം സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്താണ്. എവിടെ ഇരിക്കും? ഏജൻസിയിൽ വന്നതാടി. ഏജൻസിയില് ഞാനത് എന്നെ കൊല്ലുന്നത് എന്തിനൊക്കെ പോയതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഏജൻസിയിലൊക്കെ പോയി ജോലി തണ്ടിയിട്ട് തിരിച്ചു പോവുകയാണ്. ലിഫ്റ്റോ ഇനി ഒരാളും കൂടി ഞങ്ങളോടൊപ്പം വരാനുണ്ട്. റജീന ചേച്ചിയുടെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരി കുറച്ച് ദൂരെയാണ് ജോലി ചെയ്യുന്നത്. പള്ളിയിൽ പോകാനായി സൺഡേ ഇറങ്ങിയതാണ്. അതുവരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങൾ ആദ്യം പോകുന്നത് വിലാപമതിൽ കാണാനാണ്. അതിനുശേഷം കാൽവരി പള്ളിയിലേക്ക് പോകാം. വിലാപമതിലിന്റെ അടുത്തേക്ക് പോകുന്ന വഴിയുടെ ഒരു ഭാഗത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിങ്ങളുടെ ദേവാലയമായ അൽ-അഖ്സ മോസ്ക് ആണ്. ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കുറെ അധികം തന്നെ നടക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുമുണ്ട്. വെയിലത്തൂടി നടക്കാൻ നല്ല സുഖമായിരുന്നു. എന്തായാലും നടന്ന ഒരു ഗേറ്റിനടുത്തെത്തി. അവിടെ നിന്നും നല്ല ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗ്സ് ഒക്കെ വാങ്ങി അവർ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കടത്തി വിട്ടത്. പ്രത്യേകതരം പൈപ്പാണ്. പോകുന്ന വഴിക്ക് പോകാം.
ഞെക്കുമ്പോഴത്തേക്ക് ആകാശത്തോട്ട് വെള്ളം പോകുന്നു. കരിഞ്ഞു പോവുമല്ലോ. നമ്മളങ്ങനെ വിലാപ മതിലിനടുത്തെത്തിയിരിക്കുകയാണ്. ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിറയെ പേപ്പർ കഷ്ണങ്ങൾ ചുരുട്ടി വെച്ചിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് നമുക്ക് റെജിന ചേച്ചിയോട് ചോദിക്കാം. ആ കല്ലുകളുടെ ഇടയിൽ കൂടി നമ്മുടെ ഒരു പേപ്പറിൽ നമ്മുടെ ആവശ്യം എന്താണോ നമ്മുടെ ഒരു നിയോഗം പോലെ എഴുതി വെച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടും, നമുക്ക് സാധിച്ചു തരും എന്നാണ് വിശ്വാസം. അത് നമ്മളും ഇസ്രായേലും എല്ലാവരും ചെയ്യുന്നതാണ്. എൻ്റെ ഉള്ളിൽ നിറച്ചും പേപ്പറുകളാണ് വെക്കുക, സ്ഥലമില്ലാണ്ട് പേപ്പറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞാനത് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. വെച്ച കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്, എൻ്റെ വിശ്വാസം. അതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിം ഏരിയയാണ്, മുസ്ലിം പള്ളികളുടെ ഒരു ഇതാണ്. ഞാനിവിടെ ഈ ഭാഗങ്ങൾ കാണുന്നത്. അതല്ല ഇത് ഷോർട്ട് കട്ടാണോ? ഇത് നമുക്കിതിൽ നമ്മൾ അവിടുന്ന് വരുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വഴിയെ ഇതിലാണെങ്കിൽ നമ്മൾ അതിലെ വരുമ്പോ ഇതിലെ വരുമോ? ഇതിലെ വരും സ്റ്റെപ്പ് ഇറങ്ങി വരുമോ? ഇല്ല, ഇതിലെ വരും. ഇതല്ലേ ഇത് പോകുമ്പോ വരുന്നെങ്കിൽ നമുക്കിതിൽ തന്നെ വരാം. ഈ റൂട്ട് തന്നെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി വരാം. ഇപ്പൊ ഞാനത് ഇപ്പൊ വരുവാണെങ്കിൽ ഉണ്ടല്ലോടെ, ഞങ്ങൾക്ക് അതല്ലേ എളുപ്പം. അവിടുന്ന് ഇതിൽ തന്നെയാ വരുന്നത്. ഇതില്ല വാ അവരിറങ്ങി പോകുന്നതാണ്. ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ? അത് ഇങ്ങോട്ടേക്ക് വരുന്നതന്നെ ഉള്ളൂ. എന്താണ് ശരി, നമ്മുടെ ഫസ്റ്റിന്റെ ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? കാൽവരിയിലേക്ക്. ഷോട്ട് പോലെ വിലാപം അതിൽ നിന്നും കാൽവരിയിലേക്കുള്ള ഷോർട്ട് കട്ടാണിത്. വേഗം എത്താൻ വേണ്ടി ഞങ്ങൾ ഈ വഴി പിടിച്ച്, എന്താന്ന് വെച്ചാ നല്ല വെയിലാണ്, അന്യായ ചൂട്. ഞങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ല, ഞങ്ങൾ ചോദിച്ചു പോകും. പെട്ടെന്ന് എത്തിയല്ലോ. ഓർക്കുന്നുണ്ടോ നമ്മൾ തന്നെ ഇവിടെ തന്നെ ഈ ഹോട്ടലിൽ വന്ന് കണ്ടുപിടിച്ച് ഓർക്കുന്നുണ്ടോ?
വഴികളാണ്. ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ വഴി തെറ്റിപ്പാൻ ചാൻസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികളാണ്. പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ടൂറിസ്റ്റുകളാണ്. കാര്യമല്ല, അതങ്ങ് പോണതാണ്. അങ്ങനെ നമ്മൾ കാൽവരി പള്ളിയുടെ അടുത്തെത്തിയിരിക്കുന്നു. കുറേ ഷോർട്ട് കട്ടൊക്കെ കയറിയാണ് വന്നത്. വിലാപ മതിൽ കൂടി വന്നപ്പോഴാണ് ഇങ്ങനെ. അല്ലാതെ നേരിട്ട് നമ്മൾ വരുവാണെങ്കിൽ ഇത്രയും ഷോർട്ട് കട്ടൊന്നും വരണ്ട, നേരെ വരാം. എന്നിട്ട് നമ്മൾ ഇറങ്ങി വരുവാണെങ്കിൽ ഇത് വേറെ റൂട്ടും വിലാപ മതിൽ ചെന്നിട്ട് നമ്മൾ പിന്നെ ആ വഴി തിരിച്ചു പോകാതെ ഇത് ഷോർട്ട് കട്ട് വേറെ കാൽവരിലോട്ട് കയറാം. പുതിയതായിട്ട് പഴയ ആൾക്കാർക്കെല്ലാം അറിയാം, പുതിയതായിട്ട് വന്നവർക്ക് ഉണ്ടാവും. ഇതാണ് നമ്മുടെ അതിപുരാതനമായ ജെറുസലേം ദേവാലയം. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ കണ്ട ഒരു കാഴ്ചയാണിത്. faccio vedere, guarda, ci sta tutta la palace, c'è una palata di riscolare. Allora mi chiami. E poi parli e poi dopo vai dall'altra parte, come cazzo fai? Parli! No! Non devo avere!
വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയത് കാരണം ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് കാൽവരിയുടെ ഉള്ളിലേക്ക് പോകുന്ന വഴി.